ഇന്ന് തിരുവോണ ദിവസമാണ്. നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്, രാവിലെയും ഉച്ചയ്ക്കും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും തന്നെ. രാവിലെ ഇഡലി, സാമ്പാർ, ചമ്മന്തി, ഉച്ചയ്ക്ക് സദ്യ. ഇതാണ് നമ്മുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. ഇന്നലെ പറഞ്ഞ പോലെ ഫ്രണ്ടിലൊരു കുഞ്ഞു പൂക്കളം കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുന്നിൽ വിളക്ക് കത്തിക്കാറുണ്ട്. അപ്പം അഞ്ജു ചേച്ചിയാണ് ഇന്നതിൻ്റെ കർത്തവ്യം ഏറ്റെടുത്തേക്കുന്നത്. സാധാരണ അപ്പുറത്താണ് നമ്മൾ ചെയ്യുന്നത്, തറവാട്ടിലാണല്ലോ എല്ലാം ഒരുമിച്ച് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ പണി നടക്കുന്നത് കൊണ്ട് ഇവിടെയാണ് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചത്. രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോവാണ്. വി ഹാവ് അഞ്ജു ചേച്ചി ആൻഡ് അമ്മ വിത്ത് us. ഞങ്ങൾ ഏകദേശം ഒരു കളർ പോലെയൊക്കെ, പേരമ്മയുടെ സെറ്റിൻ്റെ അറ്റം, അമ്മയുടെ എൻ്റെ അഞ്ജു ചേച്ചി എൻ്റെ മച്ച. അമ്പലത്തിൽ നിന്ന് നമുക്ക് പ്രസാദം കിട്ടി. അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെ തെക്കേപ്പരയിൽ പൂജ വന്ന് തൊഴുതു. ഇനി നമുക്ക് കാപ്പി കുടിക്കാനായിട്ട് പോവാം. ഓണത്തിന്റെ ഇഡലിയുണ്ട്, സാമ്പാറുണ്ട്, ചമ്മന്തിയുണ്ട്, പിന്നെ അച്ചപ്പുണ്ട്, പിന്നെ ഉപ്പേരിയുണ്ട്. ഇത്ര കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ഓക്കെ, പിന്നെ തേങ്ങയുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ റെഡിയായിട്ട് ചെട്ടികുളങ്ങര അമ്പലത്തിലേക്ക് പോവാണ്. നമ്മൾ സാധാരണ തിരുവോണ ദിവസം നമ്മൾ പോകാറുണ്ട്. ഭയങ്കര തിരക്കായിരിക്കും. മെയിനായിട്ട് പോകുന്നത് ചുറ്റും പല പൂക്കളങ്ങളിടും, അതെല്ലാം കാണാനൊക്കെ ആയിട്ടാണ്. നമുക്ക് പോകാം. ഹെയർ ഒക്കെ ചെയ്തത് ഞാനാണ് ഗൈസ്. ഇതാണ് കളത്തട്ടയിൽ ഇട്ടേക്കുന്ന പൂക്കളം. നല്ല ഏറ്റവും ഭംഗിയോടെ ചെയ്തേക്കുന്നത്. അമ്പലത്തിനകത്തും തൊഴുത് പുറത്ത് പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മഴയായിപ്പോയി. അപ്പം നമ്മളിവിടെ പാട്ടമ്പലത്തിൻ്റെ ഇവിടെ കയറി നിന്നു. ഭയങ്കര മഴയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയൊക്കെ ഒന്ന് തോർന്നു. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസും ട്രാൻസിഷൻ വീഡിയോയുടെ ബാക്കിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു. നമ്മളിപ്പോ സംഭാരം ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പൊ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു, കുറെ വീഡിയോ റീൽസ് ഒക്കെ എടുത്തു. പിന്നെ എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കിയെല്ലാം കഴിഞ്ഞു. ഭർത്താവ് പായസം ഉണ്ടാക്കുന്നു. അപ്പൊ 12:30 ആയപ്പോ എല്ലാവർക്കും ദാഹിച്ചു. അപ്പൊ ഞങ്ങള് സംഭാരം ഉണ്ടാക്കാൻ പോവാം. അപ്പത്തേക്ക് കാന്താരിമുളക് ഉണ്ടോ? കാന്താരിമുളക് നല്ല സൂപ്പർ എരിവാണ്. ഇതിട്ട് കുടിച്ചാൽ നല്ല സുഖമായിരിക്കും. അതുകൊണ്ട് വെച്ചുണ്ടാക്കുന്നു. ഓക്കെ, ഇന്നത്തെ സ്പെഷ്യൽ സേമിയ പായസമാണ് വിഷ്ണുചേട്ടൻ വെച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാവിധ ഐറ്റംസും റെഡിയായി ഇതാ പാത്രത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം, അല്ലേ? അങ്ങനെ സദ്യ വിളമ്പാനുള്ള സമയമായി. അച്ഛനും അഞ്ജു ചേച്ചിയും കൂടെയാണ് വിളമ്പൽ ഏറ്റെടുത്തേക്കുന്നത്. അരിമകൾ അഞ്ജുശ്രീ. നമ്മുടെ ആചാരപ്രകാരം ഇവിടെ 3 ഇലകൾ നമ്മുടെ അറയുടെ മുമ്പിലായിട്ട് വിളമ്പി. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ സദ്യ കഴിക്കാനായിട്ട് ഒരുമിച്ച് ഇരുന്നു. സാമ്പാർ എടുത്ത സാമ്പാർ അപ്പുറത്താണ്. ശ്രീതു ചേട്ടാ വീഡിയോയാ. അച്ഛൻ ഇങ്ങോട്ട് നോക്കി, ദേവപ്രിയയുടെ വ്ളോഗാണേ. ദേവപ്രിയ അച്ഛൻ എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ടുണ്ട്. ദേവപ്രിയയുടെ ഇങ്ങനെ ചേച്ചി കുഞ്ഞാവെ കഴിപ്പിക്കുവാണ്. പക്ഷെ ചേട്ടൻ വിളമ്പുന്നതിന്റെ എടുത്തിട്ടുണ്ട്. ഇനി എന്ത് വേണം? ഹായ് ഗായ്സ്, എങ്ങനെയുണ്ട് ഊണ്? രണ്ടാമത്തെ സദ്യ കേട്ടോ. ചോറ് ഇപ്പൊ ഞാൻ പുളിശ്ശേരി അങ്ങനെ അമ്മ വെച്ചതാണ്.
പിന്നെ ഫസ്റ്റ് പരിപ്പ് സുച്ചിട്ട് വെച്ച പരിപ്പ് നെയ്യ് വളരെ അടിപൊളിയായിരുന്നു. രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കറി ആയിരുന്നു ഇതിൽ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ളത്. ഞാൻ കഴിച്ചായിരുന്നു. തയ്യാറായിട്ടില്ല, പകുതിയായി. ശ്രീദേവിച്ചേടി വിഷ്ണു ചേട്ടൻ ഒന്നും പറയില്ല. യുവ കപ്പിൾസ് ഒരുമിച്ചാ ഭക്ഷണം കേട്ടോ. നെക്സ്റ്റ് ജനറേഷൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഏതാ? നമ്മുടെ ഓണം വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എല്ലാവരും ഒരുമിച്ച് കൂടി ഭക്ഷണം തയ്യാറാക്കി ഒരുമിച്ചിരുന്ന് കഴിച്ചു. കൂടാതെ തലേ ദിവസം ഒരുമിച്ചിരുന്ന് പൂക്കളം ഇട്ടു. എല്ലാം നല്ല നല്ല ഓർമ്മകളാണ്. നല്ല ഒരു വെക്കേഷൻ കാലം കൂടി ഇവിടെ കഴിയുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ഇടുക, സബ്സ്ക്രൈബ് ഒന്ന് വൃത്തിയായിട്ട് പറയടൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക. ഓക്കെ, ബൈ ബൈ.